നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTT-യിൽ വന്നിരിക്കുന്ന ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സക്കറിയ, ആഷിഫ് കക്കോടി എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി അമീൻ അസ്ലം സംവിധാനം ചെയ്ത മോമോ ഇൻ ദുബായ് മനോരമ മാക്സിലാണ് ഇപ്പോൾ ചിത്രം ലഭ്യമായിട്ടുള്ളത്. നമുക്ക് പരിചിതമായ ഒരു സ്പേസിൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ മുന്നേറുന്നത്. കുടുംബ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് ദുബായിലേക്ക് ജോലിക്ക് പോയ ഒരു പിതാവ്, നാട്ടിൽ ഭാര്യയും 3 മക്കളും. അതിൽ ഇളയവനായ മോമോ ആണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. മോമോ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം കൂടെയുണ്ട്. എവിടെയാണെങ്കിലും വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ കക്ഷി ഉറങ്ങിപ്പോവും. അത് എവിടെയാണെങ്കിലും. മോമോയുടെ വലിയ ആഗ്രഹമാണ് ബുർജ് ഖലീഫ കാണുക എന്നുള്ളത്. ഇത്തരമൊരു കഥാപശ്ചാത്തലത്തിൽ ചെറിയ തമാശകളും സന്തോഷം തരുന്ന കാഴ്ചകളുമൊക്കെയായാണ് മോമോ ഇൻ ദുബായ് മുന്നേറുന്നത്. പ്രായപൂർത്തിയായവരെക്കാൾ കുട്ടികൾക്ക് കൂടുതലായി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നതും. എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഒരു കുഞ്ഞ് രസമുള്ള പടം അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ആത്രയാണ് മോമോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ആംബിയൻസ് ഒക്കെ ലൈവായി കൊണ്ടുപോകുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നാച്ചുറലായി തന്നെ ആ കഥാപാത്രത്തെ കാണുന്നവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. മോമോയുടെ സഹോദരിയും സഹോദരനുമായി വന്നവരുടെയും പ്രകടനങ്ങൾ സിനിമയ്ക്ക് തീർച്ചയായും മുതൽക്കൂട്ടാണ്. അനു സിത്താര, അനീഷ് ജി മേനോൻ എന്നിവരുടെ പ്രകടനങ്ങളും മികച്ചതായാണ് അനുഭവപ്പെട്ടത്. രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ കെമിസ്ട്രിയും നന്നായി തന്നെ ഫീൽ ചെയ്തു. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രകടനം എന്നത് ജോണി ആന്റണിയുടേതാണ്. ആ കഥാപാത്രം അനുഭവിക്കുന്ന സ്ട്രഗിൾ, അനുഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ പരിഗണിക്കുമ്പോൾ മിനിമം സംഭവങ്ങൾ വെച്ച് തന്നെ ജോണി ആന്റണി മികച്ച രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സീനുകളൊക്കെ നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ കണ്ടിട്ടുള്ളതിൽ കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന സമയത്ത് കൺവിൻസിംഗ് ആയി അവരുടെ ഇമോഷൻസ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു കണ്ടിട്ടുണ്ട്. മോമോ ഇൻ ദുബായ് ആ കാര്യത്തിൽ കുറേയൊക്കെ മാറി നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. പ്രഡിക്റ്റബിൾ ആണ് സിനിമ എന്നത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അത് ആസ്വാദനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായി തോന്നിയില്ല. 1.25 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം. കുറച്ച് സന്തോഷമൊക്കെ സമ്മാനിക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം എന്ന് പറയാം. തീർച്ചയായും കാണാമെന്ന അഭിപ്രായമില്ല എങ്കിലും സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ പരിഗണിക്കാം. നഷ്ടമാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.